എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇരിപ്പിടമാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. പാളയം PC എന്ന് പറയുന്ന പടത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാവരും. അതിലെല്ലാവരും ഇവിടെ ഉണ്ട്. പാളയം PC ജനുവരിയിൽ 5-ാം തീയതി പ്രദർശനം തുടരുകയാണ് അല്ലേ? ഡയറക്ടർ ഇവിടെ ഉണ്ട്, പ്രൊഡ്യൂസർ തൊട്ടടുത്തുണ്ട്, മെയിൻ വേഷം അഭിനയിച്ച മഞ്ജുപത്രസുണ്ട്, വേണുവടിമാരിവിടെ ഉണ്ട്, നായിക തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച എല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങൾ പറയാനുള്ളത്, ഈ സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് എന്ന് എല്ലാവരും പറയുമെങ്കിലും ഒരു വലിയ സിനിമയാണ്, നന്മയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം. ഞങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. കുറെ കഷ്ടപ്പാട്, വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒരുപാട് കഷ്ടപ്പാടെടുത്തിട്ടാണ് ഒരു സിനിമയും നിർമ്മിക്കുന്നതും അത് ഒരു പ്രോജക്റ്റ് ആക്കുന്നതും അത് തിയേറ്ററിൽ എത്തിക്കുന്നതും. അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളുള്ള ഒരു നല്ല നന്മയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം. നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾ ഒരുപാട് വലിയ കലാകാരന്മാരൊന്നും അല്ല, ഞങ്ങൾ വലിയ സ്റ്റാറുകളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും വന്ന് കണ്ട് നിങ്ങൾ അനുഗ്രഹിക്കണം, സിനിമ വിജയിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഡയറക്ടർക്ക് കൊടുക്കും. ധർമ്മജൻ പറഞ്ഞതുപോലെ ഹലോ ഹലോ നിങ്ങൾ നിങ്ങളുടെ മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് എല്ലാവർക്കും മൈക്കുള്ളല്ലേ? എല്ലാവർക്കും മൈക്കിന്റെ ധർമ്മജൻ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ സിനിമയിൽ അഭിനയിച്ച ഈ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പം എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ, എൻ്റെ കഥയ്ക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത ആർട്ടിസ്റ്റുകൾ അതവർ കറക്റ്റായിട്ട് എനിക്ക് ബോധിച്ചു. അവരത് ആ കഥാപാത്രത്തെ അസലായിട്ട് എനിക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സിനിമ പാളയം 8 പോസ്റ്റിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ, സ്ഥിരം ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ്. ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ്. അതിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് നമ്മൾ 2 വർഷം മുന്നേ ശബരിമല ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്, യുവതികളെ ശബരിമലയ്ക്ക് കയറിയ ഒരു സംഭവം. അങ്ങനെ ആ ഒരു കഥാപാത്രം അത് ഒരു സംഭവമായിട്ട് നമ്മളെ സിനിമയിൽ വരുന്നുണ്ട്. ആ കഥാപാത്രത്തെ ഇതാക്കിയിട്ട് നമ്മളെ സിനിമയിൽ വരുന്നുണ്ട് കഥാപാത്രം. ആ കഥാപാത്രത്തിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ ഈ പോലീസുകാരൻ പോകുന്നതാണ്, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയിൽ ബാക്കി കഥ ഞാൻ പറയുന്നില്ല, കുറച്ച് സസ്പെൻസും ഇതൊക്കെ എല്ലാവരും കൊണ്ട് പറയുന്നില്ല. അപ്പം അതെന്തായാലും ഇതൊരു ത്രില്ലർ മാത്രമല്ല, കോമഡി, ഫാമിലി, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു മ്യൂസിക്കൽ സിനിമ കൂടിയാണ്. 6 പാട്ടാണ് ഈ സിനിമയുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി പറയും. പാളയം PC എന്ന ഈ സിനിമയുടെ ഡയറക്ടറാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പ്രൊഡ്യൂസർക്ക് കൊടുക്കണമെങ്കിൽ മുമ്പ് ഇതിൽ 6 പാട്ടുകൾ, കോമഡിയാണ്, ത്രില്ലറാണ്, എല്ലാ പടത്തിലും. ഞാൻ പ്രൊഡ്യൂസർക്ക് കൊടുക്കണമെങ്കിൽ മുമ്പ് മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കണം. അതാണ് എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരമാണ്. കാര്യം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇരുന്നിട്ട് ഒരു സിനിമയ്ക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആദ്യമായിട്ട്
ഒരു സിനിമയുടെ സംവിധായകനാകുന്നതിൻ്റെ സന്തോഷം കൂടെ ഈ ഒരു വേളയിൽ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഇത്രയധികം പാട്ടുകളുമായിട്ട് ഒരു സിനിമ സംഗീത സംവിധായകത്തിന് തുടക്കം കുറിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതിന് ദൈവത്തിനെ സ്തുതിക്കുന്നു ആദ്യമായിട്ട്. അതോടൊപ്പം ഇത്രയധികം വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നിട്ടുള്ള ഇതിൻ്റെ ഡയറക്ടർ പി മനിൽ സാർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം എന്ത് കാര്യത്തിനും എല്ലാ സമയത്തും ഒപ്പം നിന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഡോക്ടർ സൂരജ് മക്കി സർ. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക്കൽ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നല്ല മുൻനിരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഷഹബാസിക്കയുടെ ഒരു നല്ല മെലഡി സോങ് വരുന്നുണ്ട്, സിത്താര കൃഷ്ണകുമാർ ആലപിച്ചിട്ടുണ്ട്, നജീം അർഷദ്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, ശ്രുതി ശിവദാസ്, ഹർഷ, ഇങ്ങനെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പാളയം BC തിയേറ്ററിൽ എത്തുമ്പോൾ എൻ്റെ പാട്ടുകളും നിങ്ങൾ ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ ചെയ്യാൻ പറ്റിയപ്പോൾ ഇവരുടെ ഒക്കെ പെർഫോമൻസ് എന്താ പറയുക, ഷൂട്ടിന് ശേഷം ഇങ്ങനെ കാണുമ്പോഴുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പ്രത്യേകിച്ച് ബിനിച്ചേട്ടൻ്റെയും ഉല്ലാസ് ചേട്ടൻ്റെയും ധർമ്മേട്ടൻ്റെയും ഹരീഷേട്ടൻ്റെയും കോമഡി എനിക്കിതിൽ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം പല സീനുകളും നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചിരിപ്പിക്കാൻ കൂടിയുള്ള എലമെന്റ്സ് ഇതിൽ ഈ ഒരു സിനിമയിലുണ്ട്. ത്രില്ലറായിട്ടും റൊമാൻറ്റിക് ആയിട്ടും നല്ലൊരു ഫാമിലി ആയിട്ടും ഒക്കെയുള്ള എല്ലാ ജോണറുകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് പാളയം BC. ഈ ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവരും വിജയിപ്പിക്കണം. താങ്ക് യു. ഒരു കാര്യം മറന്നുപോയി, ഒരടുത്ത് തൊട്ടടുത്തൊരു ഗായിക ഉണ്ടായിരുന്നു, നിങ്ങളോട് പഠിപ്പിച്ചില്ലല്ലോ. പ്രൊഡ്യൂസർക്ക് കൊടുക്കാം. നമസ്കാരം. എല്ലാ ആസ്പെക്ട്സും ഇവരൊക്കെ തന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ പടത്തിന്റെ USP എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ഒട്ടും ലാഗ് ഇല്ലാത്തൊരു പടമാണ്. ഐ ക്യാൻ പ്രോമിസ് യു, എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മൊമെന്റ്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ സിനിമാ പ്രേമികളുടെ പല സെക്ഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ള ജോണേഴ്സ് ഇതിലുണ്ട്. ഒരു ജോണർ മാത്രം പിടിച്ചിട്ടല്ല ഈ സിനിമ പോകുന്നത്. കോമഡി ഉണ്ട്, പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ പോലെ കോമഡി ഉണ്ട്, ഇതൊരു ത്രില്ലറാണ്, സോങ്സ് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്, നല്ലൊരു സ്റ്റോറി ഉണ്ട് ഇതിൽ, നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഫസ്റ്റ് സീനും ലാസ്റ്റ് സീനും ഒന്ന് തന്നെയാണ്. ഒരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കഥയാണിത്, ചുരുക്കം പറയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ടാഗ് ലൈൻ അങ്ങനെ കൊടുത്തത്, ഡ്രീം ബിഗ് ഡ്രീംസ് കം ട്രൂ. സോ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ, ഏറ്റവും പോലീസ് ഫോഴ്സിന്റെ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ. സാധാരണ നമ്മൾ ആരും ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷെ ഏതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിലും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ഈ പോലീസ് കോൺസ്റ്റബിൾമാർ തന്നെയാണ്. പക്ഷെ എപ്പോഴും അതിന്റെ ക്രെഡിറ്റ് പോവുക സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനാണ്. അപ്പം ഈ ഒരു പാളയം PC എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു ഊർജവും ധൈര്യവും മൂലം ഒരു ക്രൈം ഡിറ്റക്ട് ചെയ്ത് എന്നൊരു കഥയാണ് നമ്മുടെ പാളയം PC. പിന്നെ ഈ പടത്തിൽ ഒരുപാട് ഡെബ്യൂട്ടൻസ് ഉണ്ട്. ഞങ്ങളുടെ ബാനറും എൻ്റെ ചിരക്രോട്ട് മൂവീസ് തന്നെ പറഞ്ഞ എൻ്റെ ബാനറും ഞാനും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. പിന്നെ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ ഡെബ്യൂട്ടൻ്റ് ആണ്, ആർട്ട് ഡയറക്ടറുടെ ഫസ്റ്റ് ഫിലിമാണ്. പിന്നെ കൊറിയോഗ്രാഫി ആളും ഡെബ്യൂ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ ഒത്തിരി ഡെബ്യൂട്ടൻസിന്റെ ഒരു കൂട്ടായ്മ, ഒരു നല്ല എഫർട്ട് ഇട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ള, ഒട്ടും ലാഗില്ലാതെ തിയേറ്ററിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ട് ഐ ക്യാൻ പ്രോമിസ് യു പാളയം PC നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായി മാറും. അപ്പോൾ ഞങ്ങൾ 5th ഇത് റിലീസ് ചെയ്യുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നല്ല വേഷം അഭിനയിച്ച, അല്ല അത് നായികയില്ല,
അതിനെ ലാസ്റ്റ് സംസാരിപ്പിക്കുള്ളൂ. അതിന് വളരെ അവസാനം വെച്ചേക്കണം ചേട്ടാ, ഇത്രയും പെട്ടെന്ന് ഇതായി പോകില്ലേ. ആദ്യം അവശ്യ കലാകാരന്മാരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇരിക്കുന്നത്. അല്ല, ആദ്യം അവശ്യ കലാകാരന്മാരാ, പിന്നെ വടിവാലി. അത് തന്നെ നന്മയുള്ള മനസ്സുള്ള കുറച്ച് കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് നമ്മുടെ പാളയം PC. ഇതിൽ ഞാൻ ആ പടത്തിൽ നമ്മൾ ഒരുപാട് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചില ലൊക്കേഷനിലെ അനുഭവങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് പോകാതെ ഇരിക്കും. അത് ഒരു നല്ല പടത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനായിരുന്നു നമ്മുടെ പാളയം PC-യുടെ ലൊക്കേഷൻ. എന്തായാലും എല്ലാവരും തന്നെ അവരവരുടെ വേഷങ്ങൾ നന്നായി ചെയ്തിട്ട് ഉണ്ട്. ഓരോ കോളൊക്കെ വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഡയറക്ടർ സാറൊക്കെ, നമ്മുടെ ഡോക്ടർ, അതിൻ്റെ പ്രൊഡ്യൂസർ സാറൊക്കെ, സൂര്യ സാറൊക്കെ വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ചെയ്തിട്ട് അവർ പറയുന്നത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാഗൊന്നും വലിയ കാര്യമായിട്ടുണ്ടായില്ല, എന്നാലും അധികം ടൈമുള്ളതെല്ലാം അരിഞ്ഞ് നല്ല ആറ്റിക്കുറുക്കിയ ഒരു സത്ത് പോലെ ആണ് നമ്മുടെ പാളയം PC മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ എനിക്കും ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഒരുപാട് സിനിമകൾ വിജയിപ്പിച്ച നിങ്ങൾ ഈ സിനിമയും വിജയിപ്പിക്കണം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇനി ഇത് കഴിയുമ്പോൾ നായകക്ക് കൊടുക്കും. അപ്പോൾ സ്വരൂപ് ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത ഒരു മോനാണ്. നമ്മുടെ ഇതിൻ്റെ ഞങ്ങളുടെ കൊച്ചു മുതലാളിയാണ് ഇരിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ മകനാണ്. ഞാൻ മോൻ്റെ കയ്യിലേക്ക് വളർന്നു വരുന്ന നാളത്തെ ഒരു താരം ആകും. മോന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സിനൊപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. അതിന് ഞാൻ പപ്പേനോട്, ഞാൻ പ്രൊഡ്യൂസറിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഭീമൻ അങ്കിൾ, അതുപോലെ തന്നെ ഓരോരുത്തരും എൻ്റെ കൂടെ വർക്ക്. എനിക്കിപ്പം എല്ലാവരായിട്ടും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മിയ ചേച്ചി ആണെങ്കിലും രാഹുൽ ചേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണണം. ഇതിനകത്ത് ഒത്തിരി ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല കുറേ പാട്ടുകളുണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാത്ത ഒരു സിനിമ തന്നെയായിരിക്കും പാളയം PC. 2-2.5 മണിക്കൂർ നിങ്ങൾക്ക് ശരിക്കും എൻ്റർടൈൻഡ് ആവാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം ജനുവരി 5-ാം തീയതി നിങ്ങളെല്ലാവരും കുടുംബസമേതം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുടെ ഒപ്പം പരിചയമുള്ള എല്ലാവരെയും വിളിച്ച് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഈ അവസരം കിട്ടിയാലും ഞാൻ നന്ദി പറയുന്നു. അതേ ഉള്ളൂ. ബാക്കി താങ്ക് യു. നേരത്തെ പഠിച്ചാണല്ലോ സത്യമായിട്ടല്ലേ? ആ മോൻ്റെ ഒരു മൈക്ക് കയ്യിലെടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ദൈവത്തിന് നന്ദി പറയാൻ. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം നമ്മുടെ നായികക്ക് അധികം മുഖവരയില്ലാതെ തന്നെ നമ്മുടെ നായികക്ക് മൈക്ക് കൈമാറുന്നു. എൻ്റെ പേര് നിയ. ഒത്തിരി സന്തോഷമുണ്ട്. ചിറക്കരോട്ട് മൂവീസിന്റെ ബാനറിൽ സൂരജ് ജോൺ വർഗീസ് നിർമ്മിച്ച് BM അനിൽ സാർ സംവിധാനം ചെയ്യുന്ന ഒരു കൊച്ചു സിനിമയാണ് പാളയം PC. അതിൽ ഹീറോയിൻ റോള്, അതായത് റോസ്മേരി എന്ന ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരുപാട് സന്തോഷം. ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ സിനിമ 2024 ജാനുവരി 5 റിലീസാവുകയാണ്. ഒരു സിനിമയെന്ന് പറയുമ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്.
അത് വിജയത്തിന്റെ ഇതിലേക്ക് എത്തിക്കുന്നത് പ്രേക്ഷകർ മാത്രമാണ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു, പ്രേക്ഷകരാണ് അതിനെ വിലയിരുത്തി അത് വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ കൂടി കൊച്ചുകുട്ടികൾക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പാളയം ബി സി എന്ന സിനിമ. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമ വിജയകരമാക്കി തീർക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഇതായിട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇതിൽ 6 സോങ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം ഫീൽ ഗുഡ് സോങ്സ് ആണ്, നല്ല നല്ല സോങ്സുകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണും, ഈ സിനിമ വിജയിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു. നമ്മുടെ പ്രിയമുള്ളതായ പ്രിയപ്പെട്ട എന്താ പറയണ്ടത് മഞ്ജുവിനെ പറ്റി പറയാലോ. മഞ്ജുവിനോട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ തന്നെ പറയുന്നു ഇതൊരു കുഞ്ഞു സിനിമയാണ്, കുഞ്ഞു സിനിമയാണ്, കുഞ്ഞു സിനിമയാണെന്ന് പറയുന്നു. എനിക്കത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു കുഞ്ഞു സിനിമയാണെന്ന് അങ്ങനെ പറഞ്ഞു വന്ന നമ്മുടെ അനിൽ സാറ്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു കുഞ്ഞു സിനിമയാണെന്ന് കുറച്ച് സംവിധാനം മതി എന്ന് പറയും. ഇല്ല, അപ്പോൾ അഭിനയിക്കാൻ വരുന്ന ഞങ്ങൾ പൈസ നമുക്ക് മറ്റു സിനിമകളിൽ നിന്ന് പേയ്മെന്റ് കുറവാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്താണ് അതിനകത്ത് അഭിനയിക്കുന്നത്. കഥ എഴുതുന്ന ആള്, പാട്ട് പാടുന്ന ആള്, ഇതൊരു കുഞ്ഞു സിനിമയാണ്, അത്ര വലിയ സംഗതി ഒന്നും ഇടണ്ടെന്ന് പറയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇത്തരം ചെറിയ ചെറിയ സിനിമകളിൽ നിന്നാണ് വലിയ ചരിത്രങ്ങൾ ഉണ്ടായത്. നമ്മൾ ഈ അടുത്ത കാലത്ത് എല്ലാം കണ്ടതാണ്. അപ്പോൾ സ്റ്റാർഡം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സിനിമയിൽ എന്തുണ്ട് എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ വന്നു നിന്ന് ഇത്രയും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സോ ഇതൊരു മനോഹരമായ സിനിമയായിരിക്കും. കണ്ടിറങ്ങുമ്പോൾ ആർക്കും പൈസ നഷ്ടമായി എന്ന് വിചാരിക്കേണ്ടി വരില്ല. എല്ലാവരും എല്ലാം മുറിയെ പണിയെടുത്തിട്ട് ഉണ്ടായ സിനിമയാണ്. അപ്പോൾ ഇനിയുള്ളത് ബാക്കി നമ്മുടെ പ്രേക്ഷകരാണ്, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നല്ലതിൻ്റെ കൂടെ എന്നും പ്രേക്ഷകർ നിൽക്കുന്ന അറിയാം. ഈ സിനിമയ്ക്കും അത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് 5-ാം തീയതി അല്ലേ സർ? 5-ാം തീയതി തിയേറ്ററിൽ കാണാൻ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. എല്ലാവരും വരണം. നമുക്ക് സായനം വൈൻഡപ്പ് ചെയ്യും. എല്ലാവരും ഈ സിനിമയിൽ പറയും അളിയാ, ഞാൻ പറയുമെന്ന് അറിയാലോ. നിങ്ങൾ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതല്ലേ, ഉള്ള കാര്യം ഞാൻ പറയാം. അത് ആരുടെ മൊത്തമൊക്കെ അതൊക്കെ ഉള്ളതാണ്. പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള കരാറിലുള്ളതാണ്. അത് വരേണ്ടതാണ്, സത്യമായിട്ട് വരേണ്ടതാണ്. ഞാൻ പറഞ്ഞേക്ക് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ ഇന്ന് 2 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട ഒരാളാണ്. ബ്ലോക്കിൽപ്പെട്ടപ്പോൾ ഇതിൽ അഭിനയിക്കുന്നതിന് പ്രധാന നടൻ സൈഡിൽ കാറായിട്ട് നിൽക്കും. ഞാൻ നോക്കിയത് ഞാൻ ഓടി ആ കാറിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, നീ എവിടെ ഉണ്ടാവുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ പാളയം ബിസിയുടെ ഇതിന് പോകും. ചേട്ടൻ അവിടെ പോകും. ഞാൻ ഹയാത്തിലേക്ക് മറ്റേ ഷൈനികത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ല അവൻ്റെ ബർത്ത്ഡേ ആണ്, അവിടെ പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ, അവിടെ വരണം. ചേട്ടനെ മനസ്സിൽ പ്രധാനപ്പെട്ട സിനിമയാണ്. ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു, ഇതിൽ വരണം, വരാം ഒക്കെ പറഞ്ഞിട്ട് കിട്ടും. നമ്മളിങ്ങോട്ട് പോരും. അപ്പോൾ എന്നെ പുള്ളി അങ്ങോട്ട് വിളിക്കുക. ഞാൻ വരുന്നില്ല, ഇപ്പം തന്നെ ഓൾറെഡി വൈകി 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വൈകി. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് അൽസാറിൻ്റെ പടത്തിൻ്റെ പരിപാടിക്കാണ് പോകുന്നത്. അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ആത്മാർത്ഥത ചെറുതായിട്ട് ആ നടൻ കാണിക്കണമെന്നതാണ്. എൻ്റെ വളരെ അടുപ്പമുള്ള നടനാണ്. പക്ഷെ അങ്ങനെ പോലും ചെയ്യാതെ നമ്മളിവിടെ വന്നിട്ട് ഇല്ലാത്ത നടന്മാരെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. അല്ലെ, ആദ്യം തന്നെ ഞാൻ പറയണില്ലേ, ഞാൻ ഇല്ലാത്ത നടന്മാരെ പറ്റി ഒന്നും പറഞ്ഞില്ല ധർമ്മിജ.
കാരണം ഇവര് ചോദിച്ച ഉത്തരം ഈ പോസ്റ്ററിലുള്ള നടന്മാരെവിടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത വേർഡ് യൂസ് ചെയ്തതില് ഐ സെഡ് ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അത് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു കേട്ടോ. ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഇവിടെ വന്നതിലും ഇതിൽ സഹകരിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്ന് ഒരു പടം എടുക്കുന്ന ആളാണ്. ബെസ്റ്റ് ടൈമാണ്. എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല. ഞാൻ എൻ്റെ മെയിൻ പ്രൊഫഷൻ ഐ എം എൻ ഓർത്തോപെഡിക് സർജൻ. അപ്പം ഞാൻ ഇതിനൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നതും. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റും, ഞാൻ ഇതിൽ വെറും ഒരു പ്രൊഡ്യൂസറുടെ റോള് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാ ആസ്പെക്ട്സിലും ഞാൻ ഡയറക്ടറോട് സഹകരിച്ച് ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു, ഈ പോസ്റ്ററിൽ ഉള്ള ആൾക്കാർ എവിടെ പോയെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞത്, മനസ്സിലായില്ലേ? അവർക്ക് തിരക്കായിരിക്കാം, എന്താണെന്ന് എനിക്ക് അറിയില്ല. എല്ലാരെയും ഒരേപോലെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതില് നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചു. ഇന്നൊരു ഡേറ്റ്, ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒരാളുടെ ഡേറ്റിനനുസരിച്ചാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്തത്. കാരണം മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ, അവരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? പറഞ്ഞു വന്നപ്പോൾ മെയിൻ സ്ട്രീം പറഞ്ഞു പോയെന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ചിലപ്പോൾ ചെറിയൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്. ഓക്കെ, മനസ്സിലായി? അപ്പം ഈ പരിപാടിക്ക് വന്ന എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാലോ ഇവരുടെ വാല്യൂ ഒന്നും ഒരിക്കലും കുറയില്ല. ഇവരൊക്കെ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ ബിസി ആയിട്ടുള്ള, വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. ധർമ്മജനും, ബിനു അടിമാലി, നിയ, മഞ്ജു, ഇവരൊക്കെ വളരെ എല്ലാ ഹൗസ് ഹോൾഡ് ദർ ഓൾ ഹൗസ് ഹോൾഡ് നെയിമാണ് അല്ലേ? ഏതൊരു വീട്ടിലും ഇവരുടെയൊക്കെ പേര് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളും അവർ ചെയ്ത വർക്കുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. ആ ഒരു ഉദ്ദേശം കൊടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഒരു സിനിമ എടുത്തു, അവർക്ക് പ്രതിഫലം കൊടുത്തു, അതിന് പ്രൊമോഷനുള്ള അഗ്രിമെന്റ് എല്ലാം ഉണ്ട്. അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഡബിങ്ങിന് വരുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ പൊതുവെ ഒരു നടപടി. അതാണ് അത് പ്രകാരം നമ്മൾ ഡബിങ്ങിന് വരുമ്പം എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പ്രൊമോഷന് വരേണ്ടത് ഓരോരുത്തരുടെയും ഒരു അവരുടെ കൂടെ പടമല്ലേ ഇത്, അവർക്കും കൂടെ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ സിനിമ. അല്ല, അവരാണല്ലോ മെയിൻ ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരാണല്ലോ ശരിക്കും വന്നത് ആ പടം അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അതുവഴി അവർക്കും ഒരു ഇത് കിട്ടുമല്ലേ, ഒരു ശ്രദ്ധ കിട്ടുമല്ലേ. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ വന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഡയറക്ടർക്കും ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ ഡേറ്റ് ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും സൗകര്യത്തിന് ഒത്തൊരു സമയം കൊടുക്കാന്നുള്ളതല്ലേ. വേറെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ടർ സാർ, ഇത് ഭരണപക്ഷത്തിന് എതിരെയുള്ള ഒരു സിനിമയാണോ? അത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കണ്ടേ? അല്ല, ഇതില് വിവാദമായ കേരളത്തിലെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം അത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കാൻ അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം അതെന്താണ്. എന്താണ് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വിവാദമായ ഒരു സംഭവത്തെ കുറിച്ച് പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാവില്ലേ? വിവാദങ്ങൾ നല്ലതാണ്. ഒരു ഭരണപക്ഷത്തിന് ഒരു പ്രതിപക്ഷം നല്ലതാണ്. അതിൻ്റെ ഒരു പ്രതിപക്ഷ സിനിമയായിട്ട് നിങ്ങൾ എന്നെ കണ്ടാവും. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു കലാകാരനാണ്, ഞാൻ TV-യിൽ വരുന്ന ആളാണ്, സിനിമയിൽ വരുന്ന ആളാണ്. എനിക്ക് ഈ ട്രോളന്മാരെ ഒന്നില്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്നിട്ട് നേരിട്ട് എന്നെ വിളിച്ച് പറയുക. അല്ലാതെ വെറുതെ ഒരു റോസാപ്പൂവിന്റെ പടം ഇട്ടിട്ട് എന്നെ തരുവ വല്ല കാര്യമുണ്ടോ? നേരിട്ട് പറയുക, ധർമ്മജ ഇന്നാണോ, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് അർത്ഥമില്ല. നേരിട്ട് പറയട്ടെ. ഇപ്പൊ മഞ്ജു പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് അല്ലേ? മഞ്ജുവിന്റെ കൊച്ചിനെ എനിക്കറിയാവുന്നതാണ്.
എന്താണ് ഇവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഇവർക്കൊക്കെ എന്താ എന്തിന്റെ അല്ല, നമ്മള് മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒന്നുമില്ല മറ്റേ ഒന്നുമില്ല. നമ്മളെ മാനുഷിക ഇങ്ങനെ നോക്കി കണ്ണുമിഴിക്കുകയും ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നുമല്ല ആരും. അപ്പൊ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അന്ന് എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാബോധത്തിലേക്ക് ഇറങ്ങി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധം ഉള്ളൊരു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 പേരുണ്ടെങ്കിൽ 7 പേർക്കും ഉണ്ട്. അത് തുറന്നു പറയാത്തതാണ്. തുറന്നു പറയാത്തവർക്ക് വിഷമായതുകൊണ്ട്, അല്ലാതെ നാണക്കേടായിട്ടോ ഒന്നുമല്ല. ഇനിയും കളിയാക്കൽ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള വിഷമം ഉള്ളതുകൊണ്ടാണ്. പാളയം BC എന്ന സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് വർത്തമാനം കയറി വേറെ ലെവലിലായി. ഇനിയിപ്പോ ട്രോള് വരാൻ നേരത്തെ മഞ്ജുവിന്റെയും എന്റെയും വിനോദി ബാലിന്റെ ഒക്കെ കഴുത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ പാളയം BC എന്ന സിനിമയുടെ റിലീസിങ് ജനുവരി 5-ാം തീയതി ഒക്കെയാണ്. നല്ലൊരു സിനിമയാണ്. അതെല്ലാം കാണും. ഞങ്ങള് പറഞ്ഞ പ്രകടനങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ളതും തലയിലുള്ളതും തലച്ചോറിലുള്ളതായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. അത് ഇനിയും പറയും. അത് ഇനിയും ഞങ്ങളെ പറ്റി എഴുതി ഇനിയും ഞങ്ങൾ പറയും. അതിന് പേടിയില്ല. അത് ഞാൻ ട്രോളർമാരെ പേടിച്ചിട്ടല്ല ഇത്രയും കാലം ജീവിച്ചത്. മൊബൈലില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച് കലാപരിപാടികൾ ചെയ്തു വന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. മൊബൈലില്ലാത്ത ടൈമിൽ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ വന്നത്. അപ്പം അതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന വിഭവങ്ങളല്ല. എന്നെ ഒരുപാട് പേടിപ്പെടുത്തി. ഞാൻ കേരളത്തിലെ വിവാദമായ 3 വലിയ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അത് തന്നെ പേടിപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഞാനിത് ശ്രദ്ധിക്കാറുമില്ല. അപ്പം അതുകൊണ്ട് ട്രോളർമാർ ഭയന്മാരെ എല്ലായിടത്തും പോകും. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താ, ചെന്ന് നിന്ന സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞതൊരു കോമഡി പ്രോഗ്രാം ഇപ്പോൾ ധർമ്മജനും പിഷാരടിയും നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും പിഷാരടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരടിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം മാത്രം. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ. അതൊരു സ്റ്റേജ് ഷോയുടെ വിജയമായിട്ടാണ് പറഞ്ഞത്. പിഷാരടി ധർമ്മജനെ പറയുന്ന ഒരു കോമഡി അത് ചിലപ്പോൾ പിഷാരടീനെ പറയാൻ ചിലപ്പോൾ അത് കിട്ടില്ല. സലീംകുമാർ ഏട്ടൻ പറയുന്ന ഒരു കോമഡി വേറൊരു ഫിഗറുള്ള ആൾ പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല. ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു എന്നേ അതിനെ ഉദ്ദേശിച്ചു. അതിനകത്തൊരു മാറ്റമുണ്ട്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അതിനെ അവതരിപ്പിച്ച് അതിൽ കൈയടി നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത്. അല്ല, അത് ഈ സ്റ്റേജ് ഷോയിൽ വരുമ്പോൾ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നതിനുണ്ട്, തങ്കച്ചനാണെങ്കിലും സുധിയാണെങ്കിലും ഞാനും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോമഡികൾ നമ്മൾ പറയണത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഞാനൊരു കറുത്ത വലിയ കളർ പറഞ്ഞ ആളാണെന്ന് വെച്ചാൽ അപ്പൊ അതുപോലെ കളർ പറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട്. നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ വിഷയത്തിന് മാർക്കുണ്ട്. നമുക്ക് ഞാൻ മൈക്കില്ലാതെ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ആദ്യം നിങ്ങളോട് സംസാരിച്ചതും ഇതല്ല. ഈ ക്യാമറ എടുത്തിട്ട് അടുത്ത ഇനിയിപ്പോ നമ്മളെ വലിച്ചു കീറി പണി ഉണ്ടാവാതെ. കാരണം ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിങ് നല്ലൊരു കലയാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ പ്രേക്ഷകരും ഈ യൂട്യൂബ് ചാനലുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട്
നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പം ഗിന്നസ് ബക്രി ചേട്ടനും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവരൊരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കോ ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല. അതൊരു ഹ്യൂമറിൻ്റെ ഭാഗം മാത്രം. സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ആ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട. പിന്നെ വലിയ അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ വലിച്ചു കീറരുത്. അല്ല ഞാൻ പറഞ്ഞേ പുള്ളീനെ ഒരുപാട് വലിച്ചു കയറിയതാ. ഇനി പുള്ളി അപേക്ഷിക്കണതിനാണ്. അപേക്ഷിക്കണല്ല, ഇതിന്റെ സത്യാവസ്ഥ ഇതാ. മഞ്ജുനെ കയറിയിട്ടില്ലേ? നമ്മളെ കയറിയിട്ടുണ്ട്. എന്തിനാണ് ഇവരോട് അപേക്ഷിക്കാൻ? ഇവന്മാരാരാണ്? നമ്മളുണ്ടാക്കിയ ആൾക്കാരൊന്നുമല്ലോ. പടത്തിനെ പറ്റി ഡയറക്ടർ അവസാനിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും പറഞ്ഞത് ഈ സിനിമയെ പറ്റി നല്ലൊരു സിനിമയാണ്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു സിനിമയാക്കാൻ, എൻ്റെ മനസ്സിലുള്ളൊരു സിനിമയാക്കാൻ അങ്ങേയറ്റം സഹായിച്ച എൻ്റെ പ്രൊഡ്യൂസർ ഡോക്ടർ വലിയൊരു പങ്കുണ്ട്. ഡോക്ടർക്ക് തുടക്കം മുതലേ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മേക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്ന ഡോക്ടർ വളരെ ഡോക്ടറോട് നന്ദി പറയുന്നുണ്ട്. ജനുവരി 5 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം പ്രേക്ഷകർ പറയും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മലയാളത്തില് ഇതെന്റെ 3ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് മലയാളത്തിൽ ചെയ്ത് 19 സിൽച്ചേട്ടൻ്റെ പേരായിട്ട്. പിന്നെ ഷൈൻ ചേട്ടനോട് ഒരു മൂവി ചെയ്തു. ഇതെനിക്ക് ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും, എല്ലാ ക്രൂവും, ഡോക്ടറാണെങ്കിലും മല്ലേട്ടനാണെങ്കിലും നമ്മുടെ DOP പ്രതിഭേട്ടനാണെങ്കിലും എല്ലാവരും കൂടെ, സ്വരൂപ് കൂടെ ആക്ട് ചെയ്ത എല്ലാവരും, ധർമ്മജനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് പഠിക്കാൻ പറ്റും നമുക്ക്. ന്യൂ കമേഴ്സിനൊക്കെ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സന്തോഷം തോന്നി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മൂവീസ് വരുമ്പോൾ ചെയ്യും. മൂവി ഒരു പാഷനാണ്, അല്ലാണ്ട് വെറുതെ ആഗ്രഹത്തിന്റെ പേരിൽ 1-2 മൂവി ചെയ്തിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. മൂവി പാഷനായിട്ട് എടുത്തു, പ്രൊഫഷനായിട്ട് എടുത്തു. അത് മൂവി എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസ് വരുമ്പോൾ ചെയ്യാന്നുള്ളത്. നമസ്കാരം. കുറെ കോമഡി കഥാപാത്രങ്ങളിൽ നിന്ന് ചെയ്തിട്ട് പെട്ടെന്നൊരു സീരിയസ് കഥാപാത്രം കുറച്ചുകൂടെ ജയിലറൊക്കെ വരുമ്പോൾ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഇതുവരെ ചെയ്ത കഥാപാത്രം നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഈ സിനിമയിൽ എങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? സീരിയസ് ആണോ അതോ കുറച്ചുകൂടെ കോമഡിയാണോ? അങ്ങനത്തെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇതിനകത്ത് മഞ്ജു പത്രസിന്റെ ഭർത്താവായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ പിന്നെ ആ വീട്ടിലെ ഗൃഹനാഥന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഉള്ള ഒരു ഭർത്താവിൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള വേഷമായിരുന്നു. ചില ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇതിൽ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പാളയം ബിസി. നല്ല രീതിയിൽ വിജയിക്കും എന്ന് മനസ്സിങ്ങനെ പറയുന്നു. അതങ്ങനെ ആകട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു ഇന്ന കഥാപാത്രം ചെയ്യുമ്പോൾ റിമാർക്കബിൾ ആയിട്ട് ഉണ്ടാവും, അതായത് മനസ്സിൽ തൊട്ടുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. ചേട്ടൻ ചെയ്തിട്ടുള്ള ഇതുപോലെ കഥാപാത്രങ്ങളിൽ ഏതായിരിക്കും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുക? ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വലിയ ഭീകര കഥാപാത്രങ്ങളൊന്നും വലിയതായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് നമുക്ക് വിഷം കിട്ടിയിട്ടില്ല. ഇപ്പം പാളയം ബിസി ഇതിൽ കുഴപ്പമില്ലാത്ത ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു ഡയറക്ടർ വിളിക്കുക, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം അയാൾ ചെയ്താൽ നന്നാകും, അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്നതാണ് രൂപസാദൃശ്യം. ഇപ്പം അതുകൊണ്ടാണല്ലോ മഞ്ജു പത്രോസിനെ ഈ വേഷം ചെയ്യാൻ വിളിച്ചത്. അപ്പം എല്ലാ രീതിയിലുള്ള ഒരു അല്ലേ അപ്പം അങ്ങനെ വിളിച്ചു. അപ്പം ഡയറക്ടറിന് തോന്നിക്കാണ് ഒരു നട്ടലില്ലാത്തവൻ്റെ വേഷം ഇവന് കൊടുത്താൽ നന്നായിട്ട് തന്നെയല്ല. പിന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും പറയുന്നതാണ്, ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, വേദനയായിട്ടും അല്ലാതായിട്ടും. ആ ഏത് റൂട്ടിലും പോകാനുള്ള ഒരു മനസ്സ് അവർ തമാശക്കാണ് തമാശ,
വേദന ഓൾറെഡി ഉള്ളിലുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ അങ്ങനെ നമുക്കും ആ ഒരു ഭാഗ്യം ഈ വേഷം പുള്ളി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അനിൽ സാറിന് വലിയ സന്തോഷം, നമ്മളെ വിളിച്ചു, അതിലേറെ സന്തോഷം. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ സൂരജ് സാറിനോടും ഡയറക്ടർ അനിൽ സാറിനോടൊക്കെ ഒരു വലിയ താങ്ക്സ് ആണ് ഉള്ളത്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടൊരു കഥാപാത്രം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്റ്റാർ മാജിക്കിലൂടെ ശരി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ചേട്ടൻ ബിനുവാടിമാലി എന്ന് പറഞ്ഞാൽ ഓരോ മലയാളികൾക്ക് അത്രയും ഫേവറേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ആ ഇന്ന ആളാണെന്നുള്ള അത്ര ഫേവറേറ്റ് അറിയാൻ പറ്റും. എന്നിട്ട് പോലും സിനിമയിൽ അല്ലെങ്കിൽ ഇത്ര ഒരു വേണ്ട കഥാപാത്രം നോട്ടബിൾ ആയി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കരുതുന്നത്? ഇല്ല, അത് ഞാൻ ഒരുപാട് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്നാൽ ചെല്ലുന്ന ലൊക്കേഷനിൽ നമ്മൾ ഒരു അപരിചിതനല്ല. ലൊക്കേഷനിൽ ചെന്നാൽ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയുള്ള ഒരു പരിചിതമാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പം ഓരോ കാസ്റ്റ് നമ്മുടെ സമയം എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ സമയം ഉണ്ടാവാം, അല്ലെങ്കിൽ വരാനായിരിക്കാം. അതിനൊക്കെ ഓർത്ത് ഇരിക്കുന്നു. എത്ര നാളായിട്ട് ഇരിക്കാന്നറിയാം. ഇരുന്നിരുന്ന് കസേരയുടെ ചിറ്റാണി വരെ കളയും. അപ്പം ആർക്കെങ്കിലും പിന്നെ സീരിയസ് നല്ല വേഷങ്ങളൊക്കെ കിട്ടിയാൽ എല്ലാം ചെയ്യാനുള്ള ഒരു ഉള്ളിൽ കനലുണ്ട്. ബീഡി ഉണ്ടെങ്കിൽ കത്തിച്ച് വലിക്കാം. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ആരും വീഡിയോയായി വരുന്നില്ല. ഞാനിവിടെ കനലുമായിട്ട് നിന്ന് തീ കാഞ്ഞ് ഒരു കളർ വരെ മങ്ങിപ്പോയി. ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെ തോന്നിയില്ലേ? തോന്നി. അപ്പൊ ഈ പണ്ടുള്ള ബിനു അടിമാലി ഇപ്പൊ ധർമ്മചേട്ടൻ പ്രതികരിച്ച പോലെ സഡൻ ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അന്നത്തെ ബിനു അടിമാലിയാണോ ഇഷ്ടം, ഇപ്പോഴത്തെ ആളെയാണോ ഇഷ്ടം? പുള്ളി സിനിമയുടെ വേറെ ലെവലിൽ നിൽക്കുന്ന അതുകൊണ്ട് തന്നെയല്ല ഞാൻ ട്രോള് ഏറ്റുവാങ്ങി. ഇനി ഒരു ഈ അടുത്ത കാലത്തെങ്ങും ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാത്ത രീതിയിലുള്ള ട്രോളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇവരെല്ലാം കലാകാരന്മാരെല്ലാവരും ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നാലായിരിക്കും ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. 5 വർഷമായി സ്റ്റാർ മാജിക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓരോ ഷോകളും ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. ഇപ്പം നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതി അതിനെ ഇട്ട് വറക്കരുത്. കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടിലൂടെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഇത് വന്നപ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കീറി മുറിക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര സിനിമകൾ ഹിറ്റ്. അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. കാരണം ഓരോരുത്തരും അത്രയേറെ ബുദ്ധിമുട്ടി പിടിച്ചനങ്ങി കയറി വരിക. ഞണ്ടിൻ്റെ കൂട്ട് വലിയ താഴേക്കിടരുത്. ഇതൊരു അപേക്ഷയാണ്. ഇത് ഒരു നമ്മൾ ഒന്നും പറയുന്നതല്ല. ഇത് കേരളത്തിൽ ഒരുപാട് പിന്നെ ഇപ്പൊ തന്നെ ഒരു അല്ല
ഇങ്ങനെ ഒരു റിക്വസ്റ്റ്. കാരണം ഇത് ഒരുപാട് കലാകാരുണ്ട്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഒരു ചെറിയ കാര്യം അതിനകത്ത് തിരുത്താനുണ്ട്. അടുത്ത വിവാദം നമ്മള് ഞാൻ പറഞ്ഞുതരാം. ബിനു അടിമാലിയും ഞാനും മഞ്ജു ഒരേപോലെ തന്നെ ട്രോളർമാർക്ക് ഇരയായിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു പറയും. അങ്ങനെ ഇതൊരു വലിയ ചർച്ചയാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ ഒരു ഇതൊരു ചർച്ച ആവാൻ വേണ്ടിയിട്ട് പറയുന്നല്ല. ഈ ഒരു സദസ്സിലിരിക്കുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ, ബിൻചേട്ടൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പം ബിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാന് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്കത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടനും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാകും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായി ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഞാനത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും, നമ്മളൊരു തമാശ പറയുമ്പോൾ പലപ്പോഴും അവന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ്, ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ല് പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യനും ഇരുന്ന് ചിരിക്കുന്നുണ്ട്, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും, അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല, അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് പേടി, ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇത്ര അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരിൽ നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ, ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. ഈ പറയുന്ന നമ്മളൊരു സിനിമ വന്നല്ലോ, അല്ലല്ല കുഞ്ഞിക്കുഞ്ഞൊന്നും അല്ല, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നില്ലേ തെയ്യത്തിന്റെ ഒരു പടം കാന്താരയില് ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കില്. ഒരു ചെറിയൊരു ഭാഗം വൈഫിനെയും കൊണ്ട് മാർക്കറ്റില് ഒരു ചന്തയിൽ പോകുമ്പോ വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇരുന്നേച്ചത് പല്ല് പൊങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റിയ ആ കൊച്ചിന്റെ കണ്ണ് നിറയുന്നത്. അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല, ബിനിച്ചേട്ടന് അത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മഞ്ജു പത്രോസിനെയും ബിനിച്ചേട്ടനെ പോലെയും ഈ പറയുന്ന ബിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. വെരി സോറി, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങളോട് ചോദ്യം ചോദിച്ചില്ല, എങ്ങനെ ഞാനോട് പറയുകയാണ്. എനിക്ക് 2 കുട്ടികളാണ്, അത് 2 പെൺകുട്ടികളാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഒരു കുട്ടി ഇത് കളറ് കാട്ടുള്ള കുട്ടിയാണ്, ഒരു കുട്ടി കളർ കുറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അമ്മയ്ക്ക് അച്ഛനും യാതൊരു പ്രശ്നവുമില്ല.
ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂട്ടുകാരികളൊക്കെ ഒരു വീട്ടിൽ ജീവിക്കുന്നു, പഠിക്കാൻ പോകുന്നു, ഒരു പ്രശ്നമില്ല. ഇത് ആൾക്കാർ കാണിക്കുന്നതിന്റെ കഴപ്പ് മനസ്സിലായോ? ഈ ട്രോളന്മാര് മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതാണ് എന്റെ പലപ്പോഴും വ്യക്തി വേറെ ആരുണ്ട് ഈ പോസ്റ്ററിൽ ബിനോടി പോലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, ഡയറക്ടറുടെ കുഴപ്പമാണ്. അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ Mainstream ൽ ഹീറോ ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക. ആസ് ഫാർ ആസ് മൈ നോളജ് ഇസ് കൺസേൺ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ യൂഷ്വലി നമ്മള് മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ പടം ആണല്ലോ നോർമലി പോസ്റ്ററിൽ ഉണ്ടാവുക. എല്ലാവരുടെയും നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതില് ധർമ്മജൻ ഭായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു. പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? ഞാൻ മെയിൻ സ്ട്രീമിലില്ലാത്ത ആളാണോ, മഞ്ജു മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ, ബിനുവാടിമാര് മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ? അങ്ങനെ പറയരുത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഞങ്ങളാരായി? ഞങ്ങളിവിടെ വന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂല് ഞങ്ങൾ വന്നവര് മണ്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായോ? അത് പാടില്ല, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. തെറ്റായ പരാമർശമാണ്. ഇല്ല മഞ്ജു? അതെ, അത് എന്താന്ന് വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും വന്നിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സിനിമ അഭിനയിച്ച എല്ലാരും. ഞാൻ ഇതിൽ അഭിനയിച്ച മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു. ഈ പ്രോഗ്രാമിൽ ഞാൻ വിളിച്ചു. എല്ലാരും ഞാൻ അത് ഷുവർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇത് ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് ഇവർ എടുത്തു തന്നെ. അതുകൊണ്ടാണല്ലോ പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമവും. അല്ല, അത് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, കേൾക്കൂ. എന്താന്നറിയോ, ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ വെക്കുള്ളൂ. അതാണല്ലോ താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ അല്ലെ? അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത്. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ഫേസ് ആണല്ലോ നമ്മൾ ഇതിൽ ഇടുക ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരുടെയും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാറിനോട് ഇത് നമ്മളൊരു പ്രൊമോഷൻ പരിപാടിയാണ്, പക്ഷെ ഈ ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം ഒന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അല്ല, ഞാൻ പറയട്ടെ ഇതില് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്കും നല്ല പങ്കുണ്ട്. അങ്ങനെ അത് അനില് പറയും. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരും ആയതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്തതും. സാറിത് പർപ്പസ്ഫുള്ളി പറഞ്ഞതല്ല, ഇതൊരു അറിയാതെ നാവില് വന്നതാണ്. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. അതിവിടെ സംസാരിച്ചത് തീർന്നു. വീട്ടുകളത്തേക്ക് വല്ല കോംപ്ലിമെന്റ്സ് ആക്കി അല്ല